പ്രാപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 4ാം ക്ലാസ്സിൽ മലയാളത്തിലെ ഊണിന്റെ മേളം എന്ന പാഠവുമായി ബന്ധപ്പെട്ട് ക്ലാസ്സിൽ ഗംഭീരമായ ശ്രദ്ധ നടന്നു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. പ്രാപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 4ാം ക്ലാസ്സിൽ മലയാളത്തിലെ ഊണിന്റെ മേളം എന്ന പാഠവുമായി ബന്ധപ്പെട്ട് ക്ലാസ്സിൽ ഗംഭീരമായ സദ്യ നടന്നു. രക്ഷിതാക്കൾ വ്യത്യസ്തങ്ങളായ ഭക്ഷണ വിഭവങ്ങൾ തയ്യാറാക്കി കൊണ്ടുവന്നു. സ്കൂൾ പ്രിൻസിപ്പൽ KS സജി, ഹെഡ് മാസ്റ്റർ KI ശങ്കരൻ, സ്റ്റാഫ് കോർഡിനേറ്റർ രാമചന്ദ്രൻ, മറ്റ് അധ്യാപകർ എന്നിവർ സന്നിഹിതരായിരുന്നു. നമ്മുടെ മലയാളത്തിന്റെ ഊണിന്റെ മേളം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് പലതരം കറികൾ നമ്മുടെ കറികളെല്ലാം കുട്ടികൾ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ് എന്ന് അവർക്ക് അനുഭവവേദ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് സദ്യ, ഊണിന്റെ മേളം സദ്യ തന്നെ രക്ഷിതാക്കളുടെ സഹായത്തോടുകൂടി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വ്യത്യസ്ത വീടുകളിൽ ഉണ്ടാക്കിയ വ്യത്യസ്ത തരത്തിലുള്ള വിഭവങ്ങളാണ്. അപ്പം ഇതൊക്കെ നമ്മൾ കഴിക്കണം. കാരണം നമ്മുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് പഴങ്ങളും ഒക്കെ ചേർന്ന് ഏതെങ്കിലും വിഭവത്തിന് വേണ്ടായി മാറ്റി നിർത്തരുത്. എല്ലാ തരത്തിലുള്ള സാധനങ്ങളും കഴിക്കണം. വ്യത്യസ്ത വീടുകളിലുണ്ടാകുന്ന വ്യത്യസ്ത രുചികൾ എല്ലാവരും അനുഭവിച്ച് അറിയണം. 4ാം ക്ലാസ്സിലെ പാഠഭാഗം മേളം അതിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ടാണ് വളരെ വിശദമായ രീതിയിലുള്ള പരിപാടി. അതായത് ആ ഊണ് തയ്യാറാക്കി അതിൻ്റെ രുചി അനുഭവിച്ചുകൊണ്ട് തന്നെ ഒരു പഠനമാണ് ഇവിടെ നടക്കുന്നത്. പപ്പടം, പഴം, പായസം, ഉപ്പേരി അടക്കം സദ്യയിലെ എല്ലാ വിഭവങ്ങളും ചേർന്ന ഊണിന്റെ മേളം കുട്ടികൾ ഏറെ ആസ്വദിച്ചു. കഴിഞ്ഞ ദിവസം ഊണിൻ്റെ മേളം എന്നുള്ള പാഠവുമായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആഹാരത്തിന് വൈദ്യുതി കഴിയുക എന്നതാണ് നമ്മുടെ ഈ പാഠത്തിന്റെ ലക്ഷ്യം. അതോടൊപ്പം മറ്റൊരു നമ്മളറിയാത്ത ലക്ഷ്യമാണ്. കാരണം പല വീടുകളിൽ നിന്ന് പല അമ്മമാരുണ്ടാക്കിയ ഭക്ഷണങ്ങളെല്ലാവരും സന്തോഷപൂർവ്വം കഴിക്കുകയാണ്. അപ്പോൾ അതിൽ തന്നെ നാം അറിയാതെ നമ്മൾ ഒന്നാണ്, നമ്മളെല്ലാവരും ഒന്നാണ്, എല്ലാ കുട്ടികളും ഒന്നാണ്, എല്ലാ അമ്മമാരും ഒന്നാണ്. അതിനൊരു മാനവികതയുടെ വലിയൊരു സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ക്ലാസ്സിൽ ഊണിൻ്റെ മേളം പാടുന്നത് അതിലായിരുന്നു ഒരു സദ്യ നടത്തിയത്. അപ്പോൾ നല്ല കറികളും നല്ല അമ്മമാരെ കുറേ കറികളൊക്കെ ആക്കി നല്ല കുറേ കറികളും ഇന്ന് ഞാനിവിടെ പല കറികളെയും പരിചയപ്പെട്ടിരിക്കുകയാണ്. പച്ചടി, കിച്ചടി, കൂട്ടുകറി, സാമ്പാർ, മോര്, അങ്ങനെ അച്ചാറ്, പല കറികളെ ഞാനിന്നിവിടെ പരിചയപ്പെട്ടു. പല വീടുകളിലും നിന്നും പല തര കറികൾ കൊണ്ടാണ്. അതിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി അച്ചാറുണ്ടായി, ചാമ്പളം ഉണ്ടായി, എന്തെല്ലാം പലതരം കറികളുണ്ടായി.
ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.